Good morning and welcome back to my YouTube channel. ഇന്ന് കോളേജിൽ ഓണം സെലിബ്രേഷൻ ആണ്. ആൻഡ് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് ബിക്കോസ് ഞാൻ കുറച്ച് ഒരുങ്ങാന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന ഡ്രസ്സും ആക്സസറീസ് എനിക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ ഉണ്ട്, പക്ഷേ ഫിക്സ് ചെയ്തിട്ടില്ല. ഫിക്സ്ഡ് ആണ് കുറച്ച് എൻ്റെ മനസ്സിലെന്നാലും. അപ്പോൾ അമ്മയാണ് ഇന്ന് നമ്മളെ ഒരുക്കാൻ വേണ്ടി പോണത്. അമ്മയാണ് ഞങ്ങളുടെ സാരി പർച്ചേസ്. ഞങ്ങളുടെ കുറച്ചിനെ ക്ഷമ വരും. എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ എല്ലാവരുടെയും സാരി. എന്തിനാ ഈ എക്സ്പ്രഷൻ? അമ്മയാണ് ഇന്ന് നമ്മുടെ ഡ്രസ്സ് എന്താണെന്നും ഇതൊക്കെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, കാണിക്കുക. ഇത് TBS സംസി സലീം പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ചേച്ചി എനിക്ക് ചെയ്തു തന്ന ബ്ലൗസാണ്. ഞാൻ റെഫറൻസ് അയച്ചു കൊടുത്തു കഴുത്തിങ്ങനെയായിട്ട്. പക്ഷെ ഇതെനിക്ക് നല്ല ടൈറ്റാണ്, കാരണം ഞാൻ അളവൊന്നും കൊടുത്തില്ല. ഞാൻ കഴിഞ്ഞ വർഷത്തെ അളവ് അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് കുക്കി വെച്ചതാണ് ഇത്. ഇന്നലെ രാത്രി ഞാനാ കുക്കി വെച്ച്. പിന്നെ വെച്ചത് ഞാൻ തന്നെ. നീ എൻ്റെ സാരി കാണിക്ക്. എൻ്റെ സാരി ഒരു ഓഫ് വൈറ്റ് ഫുൾ ഒരു കുട്ടി കുട്ടി പ്രിന്റ് എംബ്രോയിഡറി വരുന്ന. എന്താ കാട്ടണത്? അയ്യോ, ഇങ്ങനത്തെ വരുന്നതാണ് എൻ്റെ സാരി. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ബ്ലൗസ് ഇങ്ങനെ കഴുത്ത് കയറിയ ബ്ലൗസ് അല്ലേ. ശരി, ഇനി മതി. താഴ്ത്തിക്കോ. കയറിയ ബ്ലൗസ് അല്ലേ. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഒരു പ്ലീറ്റിങ് സ്ട്രെയിറ്റ് പോകുന്ന പോലെയുള്ള രീതിക്ക് കൊടുത്തിട്ട് വേസ്റ്റ് ചെയിനൊക്കെ ഇടാം. പിന്നെ ഹൈ നെക്ക് ആയതുകൊണ്ട് നെക്കിൽ വലിയൊരു മാല ഇടാമെന്ന്. അപ്പം അമ്മക്ക് ഇവിടെ അമ്മൻ്റെ ജ്വല്ലറി കളക്ഷൻസിൻ്റെ ഒരു പെട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അമ്മക്ക് ഇതുപോലത്തെ എത്ര പെട്ടിയുണ്ട്? വരൂ. നെയിൽ പോളിഷ് വേണമെങ്കിൽ അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ കളറും കിട്ടും. പറയും, നിങ്ങൾക്ക് ഇവിടെ എത്ര പെട്ടിയുണ്ട് ജ്വല്ലറീസ്? ഏത് കാലത്തും ശരി. അപ്പം എനിക്കിപ്പോൾ ഇടണം എന്ന് ആഗ്രഹമുള്ള മാലയാണ് ഇത്. ഓക്കെ, കാരണം ഇതാകുമ്പോൾ ഒരു വൈറ്റ് ടച്ച് വരുന്നുണ്ട്. അപ്പം എന്തായി? ഓണം ബൈ ഇതുണ്ടോ? ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് ആ ബ്ലൗസ് നല്ല രസമുണ്ടോ? വേറൊരു മാല ഉണ്ട്. ഇതിന് കമ്മലും ഉണ്ട്, ചൂട്ടിയുണ്ട്. പക്ഷെ ചൂട്ടി ഇടുന്നില്ല, കാരണം ചൂട്ടി എല്ലാം കൂടി ഇടുമ്പോൾ എന്തോ പോലെ ഉണ്ട്. ഇതാണ് ഞാൻ ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളത്. പക്ഷെ നേരത്തെ ഡൗട്ടിലുണ്ടായിരുന്ന മാലയാണ് ഇത്. പക്ഷെ ഇത് ഞാൻ വിചാരിച്ച അത്രക്ക് വലുപ്പമല്ല. നന്നായിട്ടില്ല എന്നല്ല, ഞാൻ ഉദ്ദേശിച്ച വലുപ്പമില്ല. എനിക്ക് ഇതിന്റെ ഇത്ര വലുപ്പം കണ്ടോ? എന്താണ് നോക്കട്ടെ. രസമുണ്ട് കഴുത്തില്. ഓക്കെ, ഇതും കൊള്ളാം. പിന്നെ അമ്മൻ്റെ കളക്ഷൻസിനെ പറ്റി പറയുമെങ്കിൽ മാങ്ങാമാല, പാലയ്ക്കമാല, അയ്യോ അതെവിടെ, അതുപോലെ അമ്മക്ക് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അമ്മൻ്റെ എല്ലാ ജ്വല്ലറിയും കൂടെ ജ്വല്ലറി കളക്ഷൻ വീഡിയോ ചെയ്യാം. എന്താണ്? അതാകുമ്പോൾ പിന്നെ 1 മണിക്കൂർ ഡ്യൂറേഷനുള്ള വലിയ വീഡിയോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേഗം റെഡി ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പുതിയ സാധനം കണ്ടുവച്ചിട്ടുണ്ട്. 1 മിനിറ്റ്. ഓണത്തിന് എക്സ്ട്രാ ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലമ്മിൻ്റെ 10% വിറ്റാമിൻ C ബാരിയർ ബൂസ്റ്റിംഗ് പ്ലസ് ഗ്ലോ സിറം കണ്ടോ? നിങ്ങൾക്ക് തരില്ല, പറഞ്ഞു. ഞാൻ ഓണത്തിന് ഗ്ലോ ഇട്ടെ. ഇതിന് ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഇതിൻ്റെ മറ്റേ ബോട്ടിലില്ലേ, അതിങ്ങനെയാണ്. സോ ഇതിനു മുന്നേ ഞാൻ ഓൾറെഡി പ്ലമ്മിൻ്റെ നയസനമൈഡ് സിറം യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു. ആൻഡ് എനിക്ക് ഈ വിറ്റാമിൻ സിൻ്റെ സിറം ഒന്ന് യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ വേറെയും കുറേ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ദിസ് വൺ ഈസ് സോ ഡിഫറെൻറ്റ്. ഇതിൻ്റെ ടെക്സ്ചറും ഭയങ്കര ജെന്റിൽ ആൻഡ് ലൈറ്റ് വെയ്റ്റും ആണ്. ഇതിനെ യൂസ് ചെയ്യാനുള്ള വേറെ റീസൺ, ഇത് സെൻസിറ്റീവ് സ്കിന്നിന് ഭയങ്കര നല്ലതാണ് ആൻഡ് എവറിഡേ യൂസിനും ഭയങ്കര ജെന്റിലാണ്. ഇത് ഭയങ്കര കാം ആൻഡ് സൂത്തിങ് ആണ് സ്കിന്നിന്. ബട്ട് ഇതിന്റെ റിസൾട്ടും ഭയങ്കര അടിപൊളിയാണ്. നമുക്കൊരു ഗ്ലോ തരാനും ഡാർക്ക് സ്പോട്ട് ഫെയ്ഡ് ചെയ്യാനും ഒക്കെ ഇത് ഭയങ്കര നല്ലതാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. ആൻഡ് ഐ എം ലൈക്ക് obsessed with this. വിറ്റമിൻ C മാത്രമല്ല 1% സെറമൈഡ്, 3% നയസിനമൈഡ് ആൻഡ് 1% ഹൈലറോണിക് ആസിഡ് കൂടി ഇതിനകത്തുണ്ട്. അതുകൊണ്ട് സ്കിൻ ബാരിയേഴ്സ് സ്ട്രെങ്തൻ ചെയ്യാനും ഈവൻ ടോൺ തരാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും ആണ്, ക്ലിനിക്കലി പ്രൂവൺ ആണ്. നമ്മുടെ ഗ്ലോ എൻഹാൻസ് ചെയ്യും ഫസ്റ്റ് യൂസിൽ തന്നെയാണ്. ആൻഡ് വിത്തിൻ 14 ഡേയ്സ് നമുക്ക് നമ്മുടെ ഡാർക്ക് സ്പോട്ട് ഫെയ്ഡ് ചെയ്യുന്ന ഒരു ഗുഡ് റിസൾട്ടും കിട്ടും. സോ എൻ്റെ കൂടെ നിങ്ങളും ഈ 14 ഡേയ്സ് വിറ്റമിൻ C ഗ്ലോ ചലഞ്ച് എടുക്കും. നമുക്ക് നോക്കാം 14 ഡേയ്സിൽ ഇതിന്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടാവും. ഇത് യൂസ് ചെയ്യാനുള്ള വേറൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി മേക്കപ്പ് ഇടണ്ട. ബിക്കോസ് നമ്മുടെ സ്കിൻ ഇറ്റ്സെൽഫ് നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇന്ന് എനിക്ക് എൻ്റെ കുറേ ടൈം സേവ് ചെയ്യാം. ബിക്കോസ് ഈ ഒരു സാധനം കൊണ്ട് ഞാൻ ഹെവി മേക്കപ്പ് ഒന്നും ഇന്ന് ചെയ്യുന്നില്ല ഓണം സെലിബ്രേഷന് പോകുമ്പോൾ. സോ നിങ്ങൾ എന്നെ പോലെ ഒരു വിറ്റാമിൻ C സിറം തപ്പി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് വാങ്ങാം. കാരണം പ്ലമ്മിൻ്റെ ഇൻഹൗസ് R&D ടീം ഒരു എഫക്റ്റീവ് സൊല്യൂഷൻ ആയിട്ട് ഫോർ ഗ്ലോ, ഹൈഡ്രേറ്റഡ് സ്കിൻ ആൻഡ് ഡാർക്ക് സ്പോട്ട് ഫെയ്ഡ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു സാധനമാണ്. ആൻഡ് എൻ്റെ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട്സും കിട്ടും. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ആൻഡ് കമന്റ് ബോക്സ് ആയിട്ട് കൊടുക്കുക. എല്ലാവരും ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈകണം, ഞാൻ വേഗം പോയി സാരി മാറ്റി വരട്ടെ. ഇപ്പം ഷൈമ വരും. അപ്പോൾ നമ്മൾ കോളേജിലേക്ക് പോകാൻ പോവാണ്. നമ്മൾ ക്ലാസ്സിൻ്റെ കളർ കോഡ് പർപ്പിളാണ്. അതുകൊണ്ട് ഞാൻ ഡാർക്ക് ഇട്ടു. ഷൈമ
വേറെ എന്തൊക്കെ ഇട്ടു. അപ്പോൾ സമയം കുറച്ച് വൈകി, വേഗം പോവാം. ഞാൻ അവിടെ എത്തിയിട്ട് എൻ്റെ ഒരുക്കം മൊത്തം കാണിച്ചില്ല, കാരണം ഞാൻ നല്ലപോലെ കഷ്ടപ്പെട്ട് ഒരുങ്ങി. അമ്മ ടാറ്റ പറയാൻ നിൽക്കാൻ തോന്നുന്നു. ബായ്. ശരി. അപ്പോൾ കോളേജിലേക്ക് പോവാണ്. എന്താ ക്ഷേമം എനിക്ക് പറയാനുള്ളത്? കോളേജിലേക്ക് ഓണത്തിന് പോകണം. കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും ചണ്ട മിസ് ചെയ്യുമോ? എനിക്ക് മറക്കാൻ പറ്റണില്ല. എൻ്റെ സാരി താഴെയൊക്കെ എന്തൊക്കെയോ ആയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, രസമുണ്ട് മൊത്തത്തിൽ. എനിക്ക് നല്ല 2 ഫോട്ടോസ് എടുക്കണമെന്നുണ്ട്. അയ്യോ, അപ്പോൾ ബൈ ഗൈസ്, അടുത്തിട്ട് കാണാം. ഗൈസ്, ഞാൻ കോളേജ് എത്തി. ഇവിടെ ഒരു മറ്റേ ഉത്സവ കമ്മിറ്റിത്തെ ആൾക്കാരുണ്ട്, കാണിച്ചുതരാം. ഹായ് അൻഫാസ്. അൻഫാസിനെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഓണത്തിനാണ് കാണുന്നത്. ഇവരെല്ലാവരും ഡ്രസ് കോഡാണ്. നമ്മൾ ഗേൾസ് കളർ കോഡ് മാത്രം. എന്താ നിനക്ക് ഇന്ന് ഓണത്തിന് ഈ ഡ്രസ്സൊക്കെ ഇട്ട് പറയാനുള്ളത്? എന്താ നല്ല എന്താ പറയാ, ഒരു യൂണിറ്റ് തോന്നണു. യൂണിറ്റ് തോന്നുന്നുണ്ട്. ക്ലാസ്സിന് എല്ലാവരും സെയിം ഡ്രസ് ഇട്ട് വന്നു. എത്ര കോല മോശമാണെങ്കിലും എല്ലാവരും ഇട്ടിട്ട് വന്നു. നല്ല സന്തോഷമുണ്ട്. എന്നാ ചിരിക്കേ, ഡാൻസ് കളിക്കേ. അവിടെ കൊട്ട് നടക്കണം, അവിടെ നല്ല സൗണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ സൗണ്ട് അല്ല, തിരക്ക്. അപ്പൊ ഇവിടെ നിന്ന് വൈബ് ചെയ്യാം. Introvert gang. ഗൈസ്, അതുലിനെ കണ്ടു. അതുലിന്റെ ലാസ്റ്റ് ഓണം ഹാപ്പിയാണോ സങ്കടമാണോ? അയ്യോ, ഹാപ്പിയുമാണ് സങ്കടവുമാണ്. സങ്കടം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഓണം ഇല്ല ഇതിന്റെ ഒപ്പം. കോളേജിൽ പുറത്തുണ്ടാവും, ഇതിന്റെ ഒപ്പം ഉണ്ടാവില്ല. അതുലിന്റെ ക്ലാസ്സിലെ പിള്ളേരുടെ ഡ്രസ് കോഡ് നല്ലതാ. ഇത് കൊള്ളാം. ആക്ച്വലി ഇവിടെ എല്ലാവരും നല്ല പോലെ വൈബ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാന്ന് അറിയില്ല. ഇനിയിപ്പോ ഒരു തള്ള വൈബ് അടിച്ചിട്ടാണോ അതോ ഇൻട്രോവേർട്ട് ആയോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തുള്ളാൻ തോന്നുന്നില്ല. ഇവരും നീ എന്താണ് ഡാൻസ് ചെയ്യാത്തത്? എനിക്കും തോന്നുന്നില്ല, ഒരു എനർജി കുറവ് പോലെ. നിനക്ക് എന്താ ഡാൻസ് കളിക്കാൻ തോന്നുന്നുണ്ടോ? ക്ഷേമൊക്കെ മിണ്ടാനേ വയ്യ. നീ പിന്നെ നിന്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ഒരു ഐഡിയൽ ഓണം? ഐഡിയൽ ഓണം എന്ന് പറഞ്ഞാൽ ഫാമിലിയോടൊപ്പം എല്ലാ സിബ്ലിങ്സും സഹോദരന്മാരെല്ലാവരും ഒത്തുചേരുന്ന പഴയൊരു ഓണമില്ലേ, എനിക്ക് അതാണ് ഒരു ഐഡിയൽ ഓണം എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പോഴത്തെ ഓണമല്ല. എനിക്ക് പണ്ടത്തെ ഒരു ഓണമാണ് എനിക്കിഷ്ടം. സമാധാനപരമായിട്ട് എല്ലാവരും ഹാപ്പിയായി എല്ലാവരും ഒത്തുചേർന്നിട്ട്, അതാണ് എനിക്ക് ഇഷ്ടം. പിന്നെ ഗൈസ്, ഇന്ന് ഫാഷൻ ഷോ ഉണ്ട്. ഞാൻ ഫാഷൻ ഷോയ്ക്കുണ്ട്. ഒന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഞാൻ പറയും വേണം. എന്താന്നറിയില്ല. ഇത് നോക്ക്. ഗൈസ്, ഇന്ന് ഫാഷൻ ഷോ നടക്കുന്നുണ്ട്. ഞാനൊന്നും പ്രിപ്പയർ ചെയ്തില്ല. എനിക്ക് നടക്കാനും അറിയില്ല, പറയാനും അറിയില്ല. എന്തിനാ ചിരിക്കണത്? പക്ഷെ ഷെയ്മടി കയറി പേര് കൊടുത്തതാ. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അത് കൂടെ നടക്കണമെന്ന്. ഞാൻ വിചാരിച്ച വെറുതെ നടക്കുകയാണ്. പക്ഷെ ആക്ച്വലി ഇല്ലേ, ഇവളെ പേരുണ്ട് പണ്ട വരാത്ത. പക്ഷെ ആക്ച്വലി അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊക്കെ മാറി മാറ്റിട്ടൊക്കെ നടത്തണേ. അതെ, ഇവള് ചമ്മി. ഓക്കെ, പക്ഷെ നീ പോയിട്ട് അവിടെ പോയി കൊളാക്കുന്നില്ല. ഞാൻ കൊളാക്കില്ല. സാരിയൊക്കെ ഉള്ളത് കൊണ്ട് എങ്ങനെ കോമഡി നടന്നാലും വൃത്തിക്ക് നടക്കുന്നതാണ് എൻ്റെ നിഗമനം. ഞാൻ അവരെ കൊണ്ട് വീഡിയോ എടുപ്പിക്കാം. Here I come. Oh, here I come. ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓണം എന്ന് പറയുന്നത് വെറും ഒരു ആഘോഷം മാത്രമല്ല, നമ്മളെല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കൂട്ടായ്മയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ്. പഴമയുടെ മണവും പുതുമയുടെ നിറവും
ഒരേപോലെ ഒത്തുചേർന്ന് കൊണ്ടുപോയിരുന്നതാണ് ഇന്നത്തെ ഓണം. അതിനാൽ നമുക്ക് പറയാം, ഈ ഓണം നമ്മുടെ ഓണമാണ്, എല്ലാവരുടെയും ഓണമാണ്. നന്ദി. ഓണത്തിന്റെ പൈതൃകം, നന്മ, ഒരുമ, ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു പ്രസന്റേഷന്റെ തീം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഓണത്തിന്റെ ഐതിഹ്യം അറിയാമോ? ഐതിഹ്യം അറിയില്ല. ശരി, കുഴപ്പമില്ല. നിങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാം. ഇപ്പൊ മഹാബലി ഇവിടെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാന്ന് ചോദിച്ചു, നിങ്ങൾ എന്തായിരിക്കും, എന്ത് വരമായിരിക്കും അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്? ഇവിടെ ഇപ്പൊ നമ്മള് എത്രത്തോളം ഐക്യം ഉണ്ടെന്ന് പറഞ്ഞാലും, എത്രത്തോളം ഒത്തൊരുമ ഉണ്ടെന്ന് പറഞ്ഞാലും, നമുക്കറിയാം ചെറിയ ചെറിയ ഡിസ്ക്രിമിനേഷൻ പോലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന്. അപ്പോ എല്ലാവരെയും നമ്മളെല്ലാവരും ഒന്നാണ്. അവനവന്റെ ആവശ്യങ്ങൾക്കും അവനവന്റെ താല്പര്യത്തിനും വേണ്ടി മാത്രമല്ല, നമ്മളൊരു കൂട്ടായ്മയാണെന്നും ഒരു സാമൂഹിക ജീവിയാണെന്നും മനസ്സിലാക്കി ആ ഒരു സാമൂഹിക ജീവിയാണെന്നുള്ള ആ ഒരു ധാരണയില് മുന്നോട്ട് പോകാനും, എല്ലാം എന്റെ നേട്ടം എനിക്ക് വേണ്ടിയിട്ട് മാത്രം ചിന്തിക്കാതെ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒന്നാണ്, ഇതൊരു കുടുംബമാണെന്നുള്ള രീതിക്ക് നമ്മൾ എല്ലാ മനുഷ്യന്മാരും കരുതണം എന്നുള്ള ഒരു ചിന്ത, ആ ഒരു ബോധോദയം എല്ലാവർക്കും വരുത്തണമെന്നായിരിക്കും ആവശ്യം. ഗുഡ്, താങ്ക് യു മാം. ഗൈസ്, അങ്ങനെ എൻ്റെ ഫാഷൻ ഷോ കഴിഞ്ഞ ഷെയ്മ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത്. എൻ്റെ ബാക്കി ഫ്രണ്ട്സൊക്കെ ഫേക്ക് ഫ്രണ്ട്സ് ആണ്. അതുലും ഉണ്ട്. ഞാൻ ഫേക്ക് ആണെന്ന് പറയുന്നത്. അതെ, നീ ഫേക്കാണ്. അപ്പം ഞങ്ങൾ സദ്യ കേൾക്കാൻ വേണ്ടി വന്നു. ഇവിടെ ഭയങ്കര ബിഗ് ക്യൂ. അപ്പം ഷെയ്മ പറഞ്ഞു പുറത്ത് പോയി മന്തി കഴിക്കാമെന്ന്. ശരിക്കും ഗൈസ്, കാത്തിരിപ്പിന് വിരാമം, കാത്തിരിപ്പിന് എൻഡ് എന്ന്. കാരണം നമുക്ക് ഫുഡ് കിട്ടി. സന്തോഷമായോ? ഡാൻസ് ചെയ്യ്, കയ്യൊക്കെ ഇളക്ക്. എന്തൊക്കെയാണ് കറി, എന്തൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കോളേജിലെ സദ്യ എങ്ങനെയുണ്ട് നോക്കാം, കാണിച്ചു തരാം. ഇതൊക്കെ ഉണ്ട്: പുളി, അച്ചാർ, ക്യാബേജ്, ഇത് മസാലക്കറി, ഇതെന്തോ എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞ നിനക്ക് അറിയില്ല പേര്. പൊടി, അവിയൽ, കൂട്ടുകറി, നല്ല ഇഷ്ടം. ഇത് വന്നിട്ട് മറ്റേ പൈനാപ്പിൾ, പരിപ്പ് കറി. പൈനാപ്പിൾ ആണ്. പൈനാപ്പിൾ നിനക്കറിയോ? ഓക്കെ, അതെനിക്കറിയാം. നമ്മൾ ഈ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സ്പേസസ് ഹ്യൂജ്. ഇറ്റ്സ് നോട്ട് ബാഡ് ആക്ച്വലി. വൃത്തിയുണ്ട്. പക്ഷെ നല്ല ഡിലേ ഉണ്ട് തരാൻ. കുറേ നേരം അവിടെ നിന്നു. വിശന്ന് ചത്തു, വയറൊക്കെ എരിഞ്ഞു. എന്തേ? നല്ല തിരക്കുണ്ട്. 1 മണിക്കൂർ നേരം നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അത്രക്കൊന്നും ഇല്ല, അത് വെത്ത് പറയാം. ഒരു അരമണിക്കൂർ. അരമണിക്കൂർ 45 മിനിറ്റിന് മേലെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. പ്രതിഷേധിക്കുന്നുണ്ടോ? ഇല്ല, ചോറ് കിട്ടിയത് ഭാഗ്യം ഇവിടുത്തെ. ഓക്കെ, ഞാൻ ഫുഡ് കഴിക്കാൻ നല്ല വിശപ്പുണ്ട്. ഗൈസ്, ഞാൻ 2 എണ്ണത്തിൽ അട വാങ്ങി. 2 പൈസ ഉണ്ട്, പക്ഷെ ഞാൻ 2 എണ്ണത്തിൽ അട വാങ്ങി. ഗൈസ്, നല്ല മഴ. അതോ നിഹാൽ വന്നിട്ടുണ്ട്. നമുക്ക് നിഹാലിന്റെ ഡാൻസിനെ പറ്റി ചോദിക്കാം. നിഹാലും ഭരത്തോ കളിച്ചെന്നാലും. നിഹാൽ, നിന്റെ ഡാൻസിനെ പറ്റി എന്താ? നിഹാലിന്റെ ഡാൻസ് ഭയങ്കര മോശമായിരുന്നു. നന്നായിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞ അത് ഞാൻ ഇവിടെ ഇതിന്റെ ആഡ് ചെയ്യാം. കുറച്ച് കോപ്പിറൈറ്റ് ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്യുള്ളൂ. നിനക്ക് ഇഷ്ടപ്പെട്ടു നിന്റെ ഡാൻസ്? കുഴപ്പമില്ല, ബെറ്റർ ആവായിരുന്നു. എന്നാലും നല്ല കോൺഫിഡൻസിൽ കളിച്ചതല്ലായിരുന്നു. അതെനിക്ക് ഗൈസ്, അങ്ങനെ ഓണപരിപാടിയൊക്കെ കഴിഞ്ഞാൽ വീടെത്തി. അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ നോക്കുമ്പം നമ്മുടെ ഫാഷൻ ഷോയ്ക്ക് 2nd പ്രൈസ് കിട്ടി. അപ്പം എനിക്ക് ഓക്കെ കൊള്ളാം അങ്ങനെ തോന്നി. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു സീനിയർ ചേച്ചി എനിക്ക് ഒരു മെസ്സേജ് അയച്ചു. ഞാൻ നന്നായിട്ട് ഇൻട്രോയും പിന്നെ ആ ഒരു ആൻസറൊക്കെ ചെയ്തുകൊണ്ടൊക്കെ കിട്ടിയെന്ന്. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. അയ്യോ, കാരണം അച്ചടി ഭാഷ പോലെ പറയാനുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് നെർവസ് ആയിരുന്നു. കാരണം അതോടെ ഞാൻ ഒട്ടും യൂസ്ഡ് അല്ല. വെറുതെ ഇങ്ങനെ വളവള പറയുന്നത് ഓക്കെ എന്നല്ലാതെ മറ്റേത് പറ്റൂലല്ലോ. പക്ഷേ കിട്ടി. അപ്പോൾ എനിക്കും സന്തോഷമായി, ബിക്കോസ് ഞാനും അതിൻ്റെ ഒരു പാർട്ടായിരുന്നല്ലോ. അയ്യോ, കൊള്ളാം. അപ്പം അത്രയേ ഉള്ളൂ. കോളേജിൻ്റെ ഓണം കഴിഞ്ഞു.
വേഗം വന്ന് ഡ്രസ്സ് മാറ്റി, കാരണം എനിക്ക് ആ സാധനമൊക്കെ ഇട്ടിട്ട് നല്ല ബുദ്ധിമുട്ട്. അയ്യോ. അപ്പം നിങ്ങളുടെയൊക്കെ ഓണം എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇപ്പം ഇന്ന് വെനസ്ഡേ ആണ്, ഇന്ന് കോളേജ് പൂട്ടി. ഇനി അടുത്ത മൺഡേ തുറക്കുള്ളൂ. 11 days ഉണ്ട്. ഞാനിപ്പോൾ എപ്പോഴും എണ്ണു ഓണം വെക്കേഷൻ എത്ര ദിവസം ഉണ്ടെന്ന്. അപ്പോൾ എപ്പോഴും 9 ദിവസമാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ എന്ത് 10 days വെക്കേഷൻ ഉണ്ടാവുള്ളൂ പറയുന്നിട്ട് 9 ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ കാത്തിരിക്കുന്നു 10 ആവാൻ നോക്കണം. ഇത് 11 ദിവസം. അപ്പം നല്ല സന്തോഷം. ഓക്കെ.